ഹലോ സാർ, ഡെലിവറി എത്തിയിട്ടുണ്ട്. സാർ എവിടെയാണ്? ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാണ്. ഹലോ കോശി, ഞങ്ങൾ നീ പറഞ്ഞ കഫേയിലോട്ട് വന്നുകൊണ്ടിരിക്കുക. കാശ് അവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ? അവിടെ തന്നെ ഉണ്ട്. നിങ്ങളിങ്ങ് പോരെ. ആടാ, ഓക്കെ, ശരി. അതെ, നിങ്ങൾ ലൊക്കേഷനിലുണ്ടോ? കാണുന്നില്ലല്ലോ. ആ സാർ, ഞാൻ ഈ ലൊക്കേഷൻ തന്നെ ഉണ്ട്. ഇങ്ങോട്ടേക്ക് വന്നാൽ ഒന്ന് വേഗം വരണേ സാർ. ആ കണ്ടു കണ്ടു. താങ്ക് യു സാർ. ഓ ശരി. ഒരു പോസ് ശരിയാ വന്നപ്പോഴാ. ആരാ? സ്റ്റീവ് ആടി. അവിടെ എന്താടാ? എടാ, ഞാൻ പാക്കേജ് കളക്ട് ചെയ്തു. നീ വരില്ലേ? ആടാ, ഞാൻ വരുന്നുണ്ട്. നീ ഇപ്പൊ എവിടെ? അവളോടാണോ? ആടാ, ഇച്ചിരി ദൂരെയാ. ഞാൻ വേഗം വരാം. നീ എവിടെയാ? ഞാനാ പ്രൂഫ് വെക്കാനോടാ. ആടാ, ഞാൻ ഒരു 6 മണിക്കൂറിൽ അവിടെ എത്താം. ഓക്കെടാ, ശരി. എത്ര സമയം? ഓ, നീ ഇവന്റെ പുറകെ ഉണ്ടായിരുന്നു. ആ, എന്താണ് ഇവിടെ? ഓ, ചുമ്മാ. ഇതെന്തുവാ? എടാ, ചന്ദ്രത്തിരിയാടാ. ആ, ചന്ദനത്തിരായിരുന്നു. പിന്നെ എന്തോ പരിപാടി? ഓ, ചുമ്മാ റൂമിൽ പോണം. എന്നാ നമുക്ക് നിനക്ക് അയച്ചിട്ട്. എടാ, സത്യം പറയല്ലോ, ചാടിക്കുള്ള വിശപ്പില്ല. ഇല്ല, ഞാൻ കൊടുത്തോളാം. നീ വാ. ഓ. നീ വാ, പറയട്ടെ. നിനക്ക് ചായ പറയട്ടെ? ചായ എന്നാ പിന്നെ ജ്യൂസ് ആയാലും. അവരോട് ചായ മതി. ഒപ്പാണ്. എനിക്ക് ഇതിന് പൈസ ഞാൻ കൊടുക്കേണ്ടി വരും. എടാ, ഞാൻ ആ ജോഷിനെ ഒന്ന് വിളിക്കട്ടെ. പൈസ കിട്ടിയ കാര്യം പറയാം. ഓക്കെ. അലക്സി, ഏ ഡാ ഇവിടെ. ഓ, ഈ പണ്ടാരം ഇവിടെ ഉണ്ടായിരുന്നു. ആ, എന്താ ഇവിടെ? സുഖാണേ? ഞാൻ ഈ വഴി പോയപ്പോ ഒന്ന് കേറിയെന്നേ ഉള്ളു. നീ എന്താ അവിടെ? എല്ലാവരെയും ഓസി ആയിരിക്കും. അതൊക്കെ നിർത്തിയെന്ന് എനിക്ക് അറിയാലോ. ആ, നീ എന്താ, നീ ഒറ്റയ്ക്കാണോ? ആ, നമ്മുടെ കൂടെ ഇവിടെ സ്റ്റീവ് ഉണ്ട്. സ്റ്റീവ് അതാരാ? സ്റ്റീവിനെ അറിയില്ലേ? ഞാൻ പരിചയപ്പെടുത്തരാം. ഡാ സ്റ്റീവ്, എങ്ങനെ വന്നേ? ആടാ, വരൂടാ. ആരാ? അലക്സി, ഈ സ്റ്റീവ്. സ്റ്റീവേ, ഇത് അലക്സി. പെരിയ പുള്ളിയാ. അങ്ങനൊന്നുമില്ല. അല്ല, ഈ സെയിന്റ് പാട്രിക്സിൽ എങ്ങാനും ആണോ? ഇല്ല, ഞാൻ പറയണത്. അല്ല, ഹോസ്റ്റലിലാണോ അറിയാൻ വേണ്ടി ചോദിച്ചതാ. അതെന്താ അങ്ങനെ ചോദിച്ചേ? അതറിയില്ലേ, അണ്ണൻ ഒരേ ഹോസ്റ്റലിലൊന്നും പിടിക്കില്ല. ഞങ്ങളൊക്കെ ഒരേ ഹോസ്റ്റലായിരുന്നു. പാവ. നീ കൂടുതൽ ഓവറാവണ്ട. അല്ല അലക്സി, ഒന്നും വിചാരിക്കല്ലേ. സോറി. ആ, മതി മതി, കേട്ടോ. എന്താടാ, എന്ത് പറ്റി? അല്ല, അങ്ങനെയൊന്നുമില്ല, ചുമ്മാ തമാശ പറഞ്ഞവൻ. അല്ല, മറ്റേ റോൻ എന്ത് ചെയ്യും? എടാ, വരാന്ന് പറഞ്ഞ അവനെ കണ്ടില്ല. ആ, വായ്പ നോക്കാം. ആ, ഇന്ന് കുടിച്ചിട്ട് പോവാം. ഓക്കെടാ. എന്താണ് പ്രശ്നം? ആ, കുര്യാക്കോസ് അവിടെ ഉണ്ട്. ആ, പോവാം. ഓ, ആ പാലട മോനെ. എന്നാലും എൻ്റെ പൊന്നളിയാ, നീ അല്ലാതെ വേറെ ആരെങ്കിലും ആ കുര്യാക്കോസിനൊക്കെ സംസാരിച്ചിരിക്കും. എന്തായാലും എന്താ, ക്യാഷ് കിട്ടിയില്ലേ? നീ ഇത് പിടി. ഒരു ദിവസം കഴിഞ്ഞ എവിടെ ഇരുന്ന്? എടാ, എന്താടാ, എന്താ പറ്റി? എന്താ അവിടെ നോക്കിയോ? ആ, അത് കൊള്ളാം. അയ്യോ, ഇവനെന്താ ഇവിടെ? ആരാടി ഇവൻ? നീ ഏതാടാ? നിന്നോടല്ല ഞാൻ ചോദിച്ചേ, ഇവളോട് ചോദിച്ചേ. ഇവനെന്റെ ബോയ് ഫ്രണ്ടാ. എന്തേ? നീ ഇനി ഇവളോട് നടക്കരുത്. ഞാൻ നിന്നെ എന്താ ചെയ്തു പോകും. അത് പറയാ. നീ ആരാടാ? എടാ, എന്താടാ, എന്താ പ്രശ്നം? എന്താണ് പ്രശ്നം? ഒരു പ്രശ്നം ഉണ്ടായില്ല. നിങ്ങൾ നടന്നവരാണ് ഇവരുടെ കടി. എന്താടാ പ്രശ്നം? അതെ ബ്രോ, ഇവര് കമ്മിറ്റഡാ. ബ്രോ വെറുതെ സീൻ ഉണ്ടാക്കി നിൽക്കല്ലേ. ഞാൻ നിന്നോടല്ല അവനോട് ചോദിച്ചേ. എന്നാ വാടാ, വന്ന് ഇങ്ങോട്ട് വാടാ. വേണ്ട, ഇങ്ങോട്ട് ബ്രോ, വാ. ഇതൊക്കെ ഒരു പ്രശ്നം ഉണ്ടാക്കണോ? എടാ കുര്യാക്കോസേ, പറഞ്ഞ് മനസ്സിലാക്കടാ. അല്ല, അതിപ്പോ ഞാൻ നിനക്ക് സംശയം ഉണ്ടോ? നിർത്തേ. അതെ, മര്യാദക്കാണേ മര്യാദക്ക്. കൂടുതൽ ഓവറാകാൻ നിൽക്കല്ലേ. ഇന്നെന്തേലൊക്കെ ചിലപ്പോ ഞാളും തരം നോക്കുന്നവരില്ല. ഓ, എന്നാ അതൊന്ന് കാണണമല്ലോ. എന്നതാ തീർക്കണം. ഇങ്ങോട്ട് വന്നേ നീ. എടാ, ഇത് റോഡാ. ഇപ്പൊ നീ ഇവിടെ സീൻ ഉണ്ടാക്കിയ ആള് കൂടും. നമുക്ക് നല്ലൊരു സമയം കിട്ടുമ്പോ ഇവനെടുത്ത ചാമ്പാം. ആ, ഓക്കെ. നീയൊക്കെ രക്ഷപ്പെട്ടെന്ന് വിചാരിക്കണ്ട. നിന്നെയൊക്കെ എടുത്തോടാ. ടീം വന്നോളും. ഒരടി മിസ്സായി.
അല്ല എന്താ പ്രശ്നം, എനിക്കൊന്നും മനസ്സിലായില്ല. അതാടാ അലക്സി, അവൻ ഭയങ്കര ടോക്സിക്കാ. അവനെൻ്റെ കൂടെ നടക്കുന്ന ഫ്രണ്ട്സിനെ പോലെ ഉപദ്രവിക്കുക. ഞാനാണ് പേടിച്ചിട്ട് ഞങ്ങൾ കമ്മിറ്റഡ് ആണെന്ന് പറഞ്ഞില്ല. അതാ ഞാൻ പറഞ്ഞത്, നീ എൻ്റെ കൂടെ നടക്കണ്ട. കാണാൻ നിനക്ക് എന്തെങ്കിലും എനിക്ക് ആരൊന്നും പേടിയില്ല. നമുക്ക് നമ്മുടെ കാര്യം നോക്കണ്ടേ? ഇവരോട് പേടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവരോട് പുറകെ തന്നെ പോകേണ്ടി വരും. ഞാൻ എന്തായാലും നിൻ്റെ കൂടെ ഉണ്ട്. ആരൊക്കെയാണ് എൻ്റെ കൂടെ? ഞാൻ നിന്റെ കൂടെ. നീയോ? നിനക്ക് എന്താണ് കുഴപ്പം? ഒന്ന് പോടപ്പ, എനിക്കൊന്നും അവനായിട്ട് വിട്ടാ. അവനൊക്കെ വലിയ ടീമാണ്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല. അയ്യേ, നിനക്കൊരു പേടിയാണോ? ആ ഇപ്പൊ എങ്ങനെയൊക്കെ പറയാം, അവൻ്റെ ഒന്ന് വാങ്ങിച്ചിട്ട് പഠിച്ചോളൂ. എന്നാ പിടി ഇന്ന സാധനം, ഞാൻ പോവാ. ഞാനെന്തിനാ വല്ലവരുടെ അടിക്കാൻ ഇങ്ങനെ? ആ എന്നാലും അവനെന്ത് വർത്താനോടാ പറഞ്ഞേ? അതൊക്കെ കളയടാ, എന്തായാലും കാശ് കൈ കിട്ടിയല്ലോ. കാശ് എങ്ങനെയും ഡിവൈഡ് ചെയ്യുന്ന പറഞ്ഞു. കാശ് നമുക്ക് ഡിവൈഡ്. ഹലോ ആശാനെ, നിങ്ങളിപ്പോൾ എവിടെയാടാ? ഞങ്ങളിപ്പോ ചെറിയ ബിസിയാ. എന്നാൽ ബിസി കളഞ്ഞിട്ട് ഇങ്ങോട്ട് വാ, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ആ ഓക്കെ ആശാനെ. ആരടാ? ആശാനായിരുന്നു, എന്തോ കാര്യമായിട്ട് പറയാണ്ടെന്ന്. അത്യാവശ്യമാണോ? 600 പോവാം. എടാ പിള്ളേരെ, നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഇത്രയും കാലം ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിപ്പോയി. സാരമില്ല, നിങ്ങളിതിനെ പർട്ടിക്കുലറിൻ്റെ ഡീൽ നിങ്ങൾ പിടിച്ചു. നിങ്ങളതിനെ കാശ് എടുത്തു. ആശാന് ഇതെന്ത് പറ്റി? ആശാനത്തെ കാര്യമായിട്ട് പറഞ്ഞതാണോ? അതേടാ ലസ്സി, അതവർക്ക് അടുത്തടുത്ത് കാണിച്ചു കൊടുക്കും. ഇതെങ്ങനെ? എന്തുവാണ് ഇത്? ചന്ദനം തിരിയോ? എന്തുവാണ് നിന്റെ അമ്മാവിക്ക് വെട്ടിവെക്കാനാണത്? ബൈ, ഇതെങ്ങനെ? അലക്സി സത്യം പറ, നീ ക്യാഷ് എടുത്തോ? എടാ നീ ഞാൻ ഒരുമിച്ചല്ലടാ വന്നേ, എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ക്യാഷ് എൻ്റെ അണ്ണാക്കിൽ പോടാ. നിന്റെ പ്ലാൻ ആയിരുന്നില്ലേ എല്ലാം? എന്ത് പ്ലാൻ? ഒന്നുമില്ല ആശാനെ, ഒന്നുമില്ല. സത്യം പറ ജോസി. ആശാന് അത് പിന്നെ പൈസ മൊത്തം നമ്മുടെ പുള്ളിക്ക് കുറച്ച് കൊടുക്കും. അപ്പൊ പുള്ളി ഒരു ഇത്ര ഉണ്ട്, നമ്മൾ പറയാം കോശി ഇത്രയും തന്നു പറഞ്ഞു. അപ്പൊ പുള്ളി എന്തായാലും കോശിയുടെ പിന്നെ അപ്പൊ കോശി കിட்ட പൊട്ടിക്കുന്നു, പൈസ മൊത്തം നമ്മുടെ. അലക്സി നീ കോശി വിളിച്ചു. Forget safety. Live where you fear to live. Destroy your reputation. Be notorious. तुम किधर हो अभी? പറഞ്ഞു. तुम इधर आ जाओ. എന്താ വല്ല സീനുണ്ടോ? तुम इधर आ जाओ, तुमसे बात करना है. ആരാ പിള്ളേര്? वो सब आने के बाद बोलूँगा, साथ में टूल्स ले लेना. ശരി ബൈ, എത്തിക്കാം. ചെറ്റേ കൂടെ നിന്നുണ്ടാക്കുന്നോടാ. ക്യാഷിന് പകരം ചന്ദ്രത്തിൽ വെച്ച് ഞങ്ങൾ അറിയില്ലെന്ന് വിചാരിച്ചോ നീ? ആരെന്താ നീ എന്താ അറിഞ്ഞിട്ടാണ് ഈ പറയുന്നേ? നിനക്ക് തരാനുള്ള പൈസ ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്, 2 ലക്ഷം. അത് നീ എവിടെയെങ്കിലും കൊണ്ട് വെച്ചിട്ട് കളഞ്ഞിട്ട് എന്റെ വെക്കിട്ട് കയറാൻ വരരുതേ. നിന്റെ കൂടെ ഉള്ളവന്മാരോട് ചോദിച്ചു നോക്ക്. ഇപ്പൊ എങ്ങനെയുണ്ട്? നിങ്ങളെല്ലാവരും ചേർന്ന് എനിക്ക് ഉണ്ടാക്കാൻ നോക്കി, അവസാനം നിങ്ങളെ ഞാൻ പറ്റിച്ചില്ലേ? ആശാനെ ആ സമയത്ത് അങ്ങനെ പറ്റിപ്പോയി. എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല. എടാ ജോസി പണിയാനൊന്ന് വിശ്വസിക്കടാ. നീ ഇതല്ല ഇതിനപ്പുറം പറഞ്ഞ എനിക്ക് നന്നായിട്ട് അറിയാം. 24 മണിക്കൂർ സമയം തരാം. എനിക്ക് അതിനുള്ളിൽ നീ എനിക്ക് കാശ് തരണം, മനസ്സിലായോടാ? അല്ലെങ്കിൽ നിന്റെ സ്വഭാവം നീ അറിയും. ഡാവേ, നീ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കേ എന്തോ സംഭവിച്ചതെന്ന്. check
എന്തുവാടാ ഇത്? ഒന്ന് നന്നായിക്കൂടെ? ഒന്ന് ചിന്തിച്ചൂടെ നിനക്ക്? അതെ. ഇത്ര പ്രശ്നങ്ങൾക്കിടയ്ക്ക് അവൻ കാശ് പോയ കാര്യമല്ലേ നിനക്ക് അറിയാമോ? ഇവിടെ പൊട്ടം കളിച്ച് നടന്നു. ആരാ? അതൊക്കെ ഉണ്ട്, വാ പറയാം. സത്യം പറഞ്ഞ എവിടെ കാശ്? എന്തിനാണ് എന്നെ തല്ലുന്നത്? എന്റെ കയ്യിൽ കാശൊന്നും ഇല്ലടാ. നിനക്ക് ആള് പറയുന്നതായിരിക്കടാ. എടാ നീ ഒരൊറ്റ അവന്മാരെ പരിചയപ്പെടുത്തിയാണ്. അവന്മാരെ വീട്ടിലെ നിന്റെ അവള് നിൽക്കും. അയ്യോ അലക്സി, അവന്മാരല്ലേ വേണ്ടത്? ഞാൻ കിട്ടോ? ഞാൻ പറയാം. പക്ഷെ എന്റെ പ്രശ്നം വിടാം. പക്ഷെ കാശ് കിട്ടിയതിന് ശേഷം ജോഷി തൂക്കട. ഹലോ ആശാനെ, ഞാൻ കാരണം നഷ്ടപ്പെട്ടു പോയ കാശില്ലേ അത് തിരിച്ചിട്ടിട്ടുണ്ട്. ആ ആശാനെ ഇപ്പോൾ കിളീനും കൂട്ടി വാ, ഞാൻ വേണേൽ ലൊക്കേഷൻ അയച്ചു തരാം. ആ ഞാൻ തെറ്റുകാരനല്ലെന്ന് ആശാനെ ഇപ്പോൾ മനസ്സിലാവും.